ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എടുത്തു വെച്ച കുറച്ച് മൊമെൻറ്റ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മെയിൻ ആളെന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണാണ്. കുഞ്ഞിപ്പെണ്ണൊരു കൊച്ചു വ്ളോഗറൊക്കെ ആയിട്ടുണ്ട്. ഇതാ കേട്ട് നോക്ക്. അപ്പൊ നമുക്ക് കടൽ കാണാൻ പോവാം. ഓക്കേ. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിൻ്റെ പേരും പറഞ്ഞ് നമ്മൾ മൂന്നാളൂടെ ബീച്ചിലേക്ക് പോയി. നമ്മൾ പോയത് തോട്ടപ്പള്ളി ബീച്ചിലായിരുന്നു. ആക്ച്വലി നമ്മൾ വള്ളിഴിക്കൽ ബീച്ചിൽ പോകാനായിരുന്നു ഇരുന്നത്, പക്ഷെ അവിടെ നല്ല തിരക്കായിരിക്കും. ഒന്നാമത് നമ്മൾ സാറ്റർഡേ ആണ് പോയത്. മാത്രമല്ല ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, പാർക്കിംഗ് ഒട്ടും സൗകര്യം കാണത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ വള്ളിഴിക്കൽ പോകാതിരുന്നത്. അങ്ങനെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി നടക്കണം നമ്മൾ കടലിൽ അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഒത്തിരി ഫ്രണ്ടിലോട്ട് കടൽ കയറി ഫുള്ള് മണലായിട്ടുണ്ടായിരുന്നു. ഇതവിടെ ഉണ്ടായിരുന്ന ഒരു പാർക്കായിരുന്നു, പക്ഷേ പാർക്ക് ആരും നോക്കാതെയും കാണാതെയും ഭയങ്കരമായിട്ട് നശിച്ചു പോയി. ആക്ച്വലി ഇതൊക്കെ നല്ലൊരു സ്പോട്ടായിരുന്നു. കടലിൽ എന്തിനാ നമ്മൾ വന്നേ? ആരാ കടലിൽ കൊണ്ടുവന്നത്? അങ്ങനെ ഫ്രീ ആയിട്ട് കുഞ്ഞിപ്പെണ്ണി ചിറ്റപ്പന് ഒരു പ്രൊമോഷൻ കൊടുത്തു. പിന്നെ കുറേ നേരം ഞങ്ങൾ ഓടിയിട്ടെങ്ങും എത്തുന്നില്ല. പിന്നെ കുറച്ച് നേരം നടന്നിട്ടും എത്തുന്നില്ല. ഞങ്ങൾ ക്ഷീണിച്ചു എന്നല്ലാണ്ട് എത്തുന്നില്ലായിരുന്നു കടലിലേക്ക്. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടന്നപ്പോൾ നമുക്കത്ര ക്ഷീണം അനുഭവപ്പെട്ടില്ല. നമ്മൾ കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ട്. ലാസ്റ്റ് വന്നത് ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അത് നമ്മൾ അപ്പുറത്തെ സൈഡിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ലായിരുന്നു. ഇങ്ങോട്ട് വന്നിട്ട് കുറേ നാളായി. നമ്മൾ സ്ഥിരം തൃക്കുന്നപ്പോഴേക്ക് ഈ വഴിയാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഇങ്ങോട്ടൊന്നും കയറത്തില്ലായിരുന്നു. ബീച്ചിൽ നമ്മൾ സ്ഥിരം പോവാറ് ഒന്നെങ്കിൽ വള്ളിഴിക്കലോ അല്ലെങ്കിൽ ആലപ്പുഴ ബീച്ചൊക്കെ ആയിരുന്നു. ഇങ്ങോട്ട് വന്നിട്ട് കുറേ നാളായി. ഇതാ ഈ കാണുന്നതാണ് തോട്ടപ്പള്ളി സ്പിൽവേ. ഞാനിങ്ങനെ സൂം ചെയ്തെടുക്കായിരുന്നു. ഇവിടെ നോക്കിയിട്ട് ഒന്നും കാണാനില്ലായിരുന്നു. അധികം തിരക്കും ഇല്ലായിരുന്നു അവിടെ. സാറ്റർഡേ ആയിട്ടും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഈ സമയത്ത് നമ്മൾ വള്ളിഴിക്കലാണ് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല തിരക്കായിരുന്നു തന്നെ. അവിടെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ കുറേ പേരൊക്കെ അവിടോട്ടാണ് പോകുന്നത്. പിന്നെ നമ്മുടെ കൊല്ലം ജില്ലക്കാർക്കും ആലപ്പുഴ ജില്ലക്കാർക്കും ഒക്കെ പോകാൻ പറ്റിയൊരു വലിയ ബീച്ചാണല്ലോ വള്ളിഴിക്കൽ. ഇങ്ങോട്ട് അധികം ആൾക്കാർ എത്തിപ്പെടുന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ചെന്നപ്പോഴും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അവിടെ. തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പ്രൈവസി ആയിരുന്നു. നമുക്ക് ഓടാം, ചാടാം, കളിക്കാം. ഞങ്ങളൊരു ഡാൻസ് റീലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓൾറെഡി ഷോർട്സാക്കി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണണേ. അപ്പം നമുക്ക് ഭയങ്കര പ്രൈവസി ആയിരുന്നു ഇവിടെ മെയിനായിട്ട്. അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര ഹാപ്പി. ആൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് ഒരു 6-6:30 ആയപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് കുഞ്ഞിപ്പെണ്ണ് എപ്പോഴും ഫോട്ടോ എടുക്കുമ്പോൾ ഈ ഒരു ആക്ഷൻ കാണിക്കും. അതാണ് ഞാൻ അവിടെ കാണിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ ഇനി നമ്മൾ അത്രയും നടക്കണമല്ലോ എന്ന് ആലോചിച്ചുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ഈ ശരീരം അനങ്ങാത്തത് കൊണ്ട് നമുക്ക് നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ ഈ മണ്ണ് ഇങ്ങനത്തെ ആയതുകൊണ്ട് കുറച്ച് പാടായിരുന്നു. നമ്മുടെ കാലൊക്കെ നനഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ തിരിച്ചു പോകുന്ന വഴി കുഞ്ഞിപ്പെണ്ണിന് ഐസ്ക്രീം വേണം. ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ചിറ്റപ്പനോട് പറയാൻ പോയി. ചിറ്റപ്പൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോഴേ വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഐസ്ക്രീം കിട്ടുന്നതിന് മുമ്പ് ആൾ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. അപ്പോൾ അത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ തോട്ടപ്പള്ളിയിലെ വീഡിയോ. നെക്സ്റ്റ് ഡേ നമ്മൾ രാവിലെ പല്ലന അമ്പലത്തിൽ പോയി. കുറേ നാളായി ഞാൻ പല്ലന അമ്പലത്തിൽ പോയിട്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. പല്ലനയിലും തൃക്കുന്നപ്പുഴയിലൊക്കെ പോകണമെന്ന്. വേറെ കുറേ അമ്പലങ്ങളും ഉണ്ടായിരുന്നു, പക്ഷേ അപ്പോൾ അവിടെ എല്ലാം കൂടെ പോകാൻ പറ്റിയില്ല നമുക്ക്. അങ്ങനെ നമ്മൾ പല്ലന അമ്പലത്തിൽ വന്നു. കുറേ നാളായി ഞാൻ ഇവിടെ വന്നിട്ട്. ലാസ്റ്റ് ഞാൻ വന്നത് എനിക്ക് ചിക്കൻ പോക്സ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 7ലെന്തോ പഠിക്കുമ്പോൾ. അപ്പോഴാണ് ഞാൻ ലാസ്റ്റ് അമ്മയുടെ ഒക്കെ കൂടെ വന്നത്. അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. അങ്ങനെ അമ്പലത്തിൽ ചെന്നു, രസീതൊക്കെ എടുത്തു, തൊഴുതു നന്നായിട്ട്. അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. ചേട്ടനും കുറേ നാളായിരുന്നു ഈ അമ്പലത്തിൽ വന്നിട്ട്. നമ്മൾ സ്ഥിരം ഈ വഴി പോകുന്നെങ്കിലും നമ്മൾ അമ്പലത്തിൽ കയറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ തൊഴുതിട്ട് നമ്മൾ നെക്സ്റ്റ് പോയത് തൃക്കുന്നപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ്. എന്താണെന്ന് പറഞ്ഞാലും നമ്മുടെ ജനിച്ച് വളർന്ന നാട്ടിലെ അമ്പലം നമുക്ക് എപ്പോഴും സ്പെഷ്യലായിരിക്കും അല്ലേ. കുറേ നാളായി നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട്. എപ്പോഴും വരണം എന്ന് വിചാരിക്കും, പക്ഷേ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ കാരണം നമുക്ക് വരാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. എന്തായാലും ഈ വരവിന് അത് നടന്നു. അങ്ങനെ ഞാനും ചേച്ചിയും ഒരേപോലത്തെ സെറ്റൊക്കെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചെന്നപ്പോൾ അവിടെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പോയ വഴിയെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കണ്ണ് പോയത് ആ ബോളിലേക്കാണ്. അപ്പോൾ ആൾ അങ്ങോട്ട് പോയപ്പോഴേ വാശി പിടിച്ചിട്ടിരിക്കുകയാണ് ബോൾ വേണമെന്ന്. നമ്മൾ പറഞ്ഞു തിരിച്ചു വരുമ്പോൾ വാങ്ങിച്ചു തരാമെന്ന്. അപ്പോൾ അതിൻ്റെ സമാധാനത്തിലാണ് തൊഴാൻ പോകുന്നത്. ആരും ഉണ്ടായിരുന്നില്ല അധികം അമ്പലത്തിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി.
പിന്നെ അർച്ചനയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. ഇവിടുത്തെ വിഷ്വൽസ് കാണുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ കല്യാണ ദിവസമാണ്. കല്യാണ ദിവസം നമ്മൾ രാവിലെ ഇവിടെ വന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാവിലേക്ക് പോവുകയാണ്. കാവിലേക്ക് പോകുന്ന വഴി നക്ഷത്ര വനമുണ്ട്, ഓരോ നക്ഷത്രങ്ങളുടെ മരങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ അമ്പലം കർക്കിടക വാവുബലിക്ക് ഭയങ്കര പ്രശസ്തമായ ഒരു അമ്പലം കൂടിയാണ്. അങ്ങനെ നമ്മൾ കാവിലൊക്കെ തൊഴുത് തിരിച്ചു വന്നപ്പോഴും ആളുടെ മനസ്സിൽ ആ ബോളായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് വലിക്കുമ്പം ആളെ കടയിലോട്ടായിരുന്നു ഞങ്ങളെ വലിച്ചുകൊണ്ടിരുന്നത്. അവസാനം എന്തായാലും ഒരു ബോളൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുത്തു. ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, കുറച്ച് നേരം അവിടെ ഇരുന്നു. നമ്മുടെ പ്ലാൻ ആക്ച്വലി വീട്ടിൽ തന്നെ റൈസും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാനായിരുന്നു. പക്ഷെ നമ്മൾ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ പ്ലാൻ ഒന്ന് ചെറുതായിട്ട് മാറ്റി. നമ്മൾ ന്യൂലാൻഡ് ബേക്കറി ഹരിപ്പാട് അവിടെ നിന്ന് നമ്മൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ തുടരും ഫിലിം കാണാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 4:30 ഷോ ആയിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആൾ ഫിലിം കാണാനൊന്നുമല്ല, ആളുടെ ഉദ്ദേശം വേറെയാണ്. അത് ഞാൻ വഴിയേ കാണിച്ചു തരാം. അപ്പം ആൾക്കും ഭയങ്കര ഹാപ്പി അങ്ങനെ വെളിയിലൊക്കെ പോകാൻ. അപ്പോൾ ആളിതാ റെഡി ആയിട്ട് നിൽക്കുകയാണ്. വ്ളോഗ് ചെയ്യാണ് പുള്ളിക്കാരി. ഇത് നമ്മുടെ ഫഹദിക്കയാണ്. ഫഹദിക്ക് നമ്മുടെ ഒരു കട്ട സബ്സ്ക്രൈബറാണ്. എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ ഒപ്പിച്ചു തരുന്നത് ഫഹദിക്കയാണ്. അങ്ങനെ നമ്മുടെ ഫഹദിക്കയുടെ ഒരു കുഞ്ഞു വീഡിയോ എടുത്തിട്ട് നമ്മൾ ഹരിപ്പാട്ടേക്ക് പോയി. നമ്മൾ ആക്ച്വലി തൃക്കുന്നപ്പുഴ പാലം പൊളിച്ചിട്ടേക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരം വരുന്നത് ഈ പല്ലന കുമാരകോടി വഴി കരുവാറ്റയൊക്കെ വഴിയാണ് ഹരിപ്പാട്ടേക്ക് പോകാറുള്ളത്. അങ്ങനെ നമ്മുടെ തുടരും ഫിലിമിൻ്റെ പോസ്റ്ററൊക്കെ കണ്ട് നമ്മൾ എംലാൽ എത്താറായി. ഓൾറെഡി നമ്മുടെ വീട്ടിലെല്ലാവരും ഭയങ്കര പങ്ക്ച്വൽ ആയതുകൊണ്ട് നമ്മൾ 4:30 ഷോയ്ക്ക് 4 മണിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഷോ നടന്നുകൊണ്ടിരിക്കുന്ന ഷോ കഴിയാത്തത് കൊണ്ട് തന്നെ പാർക്കിംഗ് ഫുള്ളായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു അരമണിക്കൂർ വെളിയിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ അരമണിക്കൂർ വെയിറ്റ് ചെയ്യാമെന്ന് കരുതി നമ്മൾ കുറച്ച് നേരം കാറിലൊക്കെ ഇരുന്നു. കുറേ നേരം ഇരിക്കേണ്ടി വന്നു, ഏകദേശം അരമണിക്കൂർ കൂടുതൽ നമ്മൾ കാറിൽ ഇരിക്കേണ്ടി വന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു കാറ് മാറ്റിയ സ്പേസിൽ നമുക്ക് കാർ ഇടാൻ പറ്റി. അങ്ങനെ നമ്മൾ അകത്ത് കയറാൻ പോവാണ്. അകത്ത് കയറിയപ്പോൾ ആക്ച്വലി നല്ല തിരക്കുണ്ടായിരുന്നു. സിനിമ 25-ാം തീയതി ഇറങ്ങിയിട്ടല്ലേ ഉള്ളായിരുന്നു. നമ്മൾ 27-ാം തീയതി തന്നെ കാണാൻ പോയി. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. വേറെ ഏതോ മരണമാസോ ആലപ്പുഴ ജിങ്കാനോ വേറെ എന്തോ ഒരു ഫിലിമും കൂടി അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര തിരക്കായിരുന്നു തിയേറ്ററിനുള്ളിൽ. നമുക്ക് പോപ്കോൺ മസ്റ്റാണ്. അങ്ങനെ നമ്മൾ പോപ്കോണൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോയിരുന്നു. ബാക്കി ഫിലിമൊക്കെ കണ്ടു. ഫിലിമിനെ പറ്റി ഞാൻ പറയണ്ടല്ലോ, ഒരു രക്ഷയില്ല, അടിപൊളി ഫിലിം. ഞങ്ങളുടെ കൂടെ വന്നവർക്ക് എല്ലാവർക്കും ഫിലിം ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഫിലിമൊക്കെ കണ്ടിറങ്ങിയതിന് ശേഷം നമുക്ക് ഇവരുടെയൊക്കെ കുറച്ച് റിവ്യൂ കണ്ടല്ലോ. പക്ഷെ കുറച്ച് പ്രെഡിക്റ്റബിൾ അല്ലായിരുന്നു. ആക്ച്വലി ഞാൻ പ്രെഡിക്റ്റബിൾ അല്ലേന്ന് ചോദിച്ചത്, എനിക്ക് ഫിലിം കണ്ട് പകുതി ആയപ്പോഴേ എനിക്ക് എൻ്റെ ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു. അത് ഞാൻ ചേച്ചിയായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഫിലിം വന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പറഞ്ഞത്. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. വാട്ടർമെലോൺ കഴിച്ചു, മാങ്ങ കഴിച്ചു. പിന്നെ ഉച്ചക്കലത്തെ കുറച്ച് ഫ്രൈഡ് റൈസിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അത് ചൂടാക്കി കഴിച്ചു. പിന്നെ ചിറ്റപ്പനും മോളും കൂടിയുള്ള സ്നേഹപ്രകടനമാണ്. കുഞ്ഞിപ്പിണിപ്പം നമ്മളുമായിട്ടൊക്കെ ഒത്തിരി അടുത്തു. 2 ദിവസം നിന്നപ്പോഴേ ഞങ്ങൾ തിരിച്ച് വരാൻ നേരത്തെ ആൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പം അത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. താങ്ക് യു.